മരണാനന്തരവും ബാപ്പമാരോട് ഉമ്മമാരോടുള്ള കടപ്പാടുകളുണ്ട്. എന്റെ ബാപ്പയും ഉമ്മയും മരണപ്പെട്ടുപോയി, എന്തെങ്കിലും ബാധ്യത എനിക്കുണ്ടോ എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഉണ്ട്. അദ്ദുആഉ ലഹുമാ, ബാപ്പക്ക് ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യുക, അതൊരു ബാധ്യതയാണ്. എത്ര നീ ജീവിക്കുന്ന കാലത്തോളം നീ ദ്വാരക്കേണ്ട ദ്വാരക്കം അല്ലാഹു പഠിപ്പിച്ചില്ലേ? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനീ സഗീറാ. ദ്വാരക്കാൻ നേരം കാണണം, ദ്വാരക്കാൻ നേരത്തെ എല്ലാ ദുആകളിലും ഉൾപ്പെടുത്തണം. ബാപ്പമാരെ ഉമ്മമാരെ മറന്നുകൊണ്ടൊരു ദുആയുണ്ടോ? ഇല്ലല്ലോ. ഏതെല്ലാം ദുആകൾ നീ നടത്തും, സ്വന്തമായിട്ടും കൂട്ടമായിട്ടും നടത്തുന്ന എല്ലാ ദുആകളിലും ബാപ്പമാർക്ക് ഉമ്മമാർക്ക് പങ്കുകൊടുക്കണം. വല്ലിസ്തിഗ്ഫാറു ലഹുമാ, ഉപ്പക്ക് ഉമ്മക്ക് വേണ്ടി അല്ലാഹുവിനോട് പാപമോചനം തേടുക. അവരുടെ വൈകല്യങ്ങളൊക്കെ മാപ്പായി കിട്ടാൻ വേണ്ടി നീ പ്രത്യേകം ഇസ്തിഗ്ഫാർ ചൊല്ലുക. മക്കളുടെ ഇസ്തിഗ്ഫാർ അത് ബാപ്പക്ക് ഉമ്മക്ക് വലിയ തണലാണ്. ബാപ്പക്ക് ഉമ്മക്ക് മക്കളുടെ ഇസ്തിഗ്ഫാർ കൊണ്ട് വലിയ മാപ്പ് അല്ലാഹു തആല നൽകും. റബ്ബേ, ഞാൻ ചെയ്ത വൈകല്യങ്ങളൊക്കെ എനിക്ക് നീ മാപ്പാക്കി തന്നതെങ്ങനെയെന്ന് ചോദിക്കുമ്പോ ബിസ്തിഗ്ഫാരി വലദിക ലക, നിന്റെ മക്കള് നിനക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലിയ കാരണം നിനക്ക് മാപ്പാക്കി തന്നു. ബാപ്പക്ക് ഉമ്മക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലുക. വഇൻഫാദു അഹദിഹിമാ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറയുന്നു, അവർക്കുള്ള വാഗ്ദാനങ്ങൾ, അവർ നിന്നോട് ചെയ്ത വാഗ്ദത്തങ്ങൾ നീ അത് നിറവേറ്റുക. മരിക്കുന്നതിന്റെ മുമ്പ് ബാപ്പ ഉമ്മ നിന്നോട് ചില വസിയ്യത്തുകളൊക്കെ ചെയ്തിരുന്നു, ചില താല്പര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു, ചില വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അത് പാലിക്കുക, അത് നിറവേറ്റുക.